എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് 2026 ആഘോഷിക്കുന്നത്? ഉത്തരം 80ാമത്തെ. എവിടെ വച്ചാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്? ഉത്തരം മീററ്റിൽ വച്ച്. ഏതു വർഷത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത്? ഉത്തരം 1885 ഡിസംബർ മാസം 28-ാം തീയതി. എങ്ങനെയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം അറിയപ്പെടുന്നത്? ശരിയുത്തരം ശിപ്പായി ലഹള. ലാൽ, പാൽ, ബാൽ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരെല്ലാമാണ്? ഉത്തരം ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക് എന്നിവ. ഏതു വ്യക്തിയാണ് കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്? ശരിയുത്തരം കെ കേളപ്പൻ. വാഗൺ ട്രാജഡി നടന്നത് എപ്പോൾ? ഉത്തരം 1921 നവംബർ മാസം 21-ാം തീയതി. എവിടെ നിന്നുമാണ് ദണ്ഡിയാത്ര ആരംഭിച്ചത്? ഉത്തരം സബർമതി ആശ്രമത്തിൽ നിന്നും. ആരായിരുന്നു ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. ജനഗണമനയുടെ ഈണം തിട്ടപ്പെടുത്തിയത് ആരായിരുന്നു? ഉത്തരം രാം സിംഗ് ഡാക്കൂർ. വൈഷ്ണവ ജനതോ തേനെ കഹിയെ എന്ന ഗാനം രചിച്ചത് ആര്? ഉത്തരം നരസിംഹ മേത്ത. എന്നാണ് ക്വിറ്റ് ഇന്ത്യ ദിനം? ഉത്തരം ഓഗസ്റ്റ് 9. ഏതു വർഷത്തിലാണ് ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത്? ഉത്തരം 1942. ഈ സമരക്കാലത്ത് ഏത് ആഹ്വാനമാണ് ഗാന്ധിജി നൽകിയത്? ഉത്തരം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ. ആരാണ് വരിക വരിക സഹചരി എന്ന ഗാനം രചിച്ചത്? ഉത്തരം അംഷി നാരായണപിള്ള. ഏത് വർഷത്തിലാണ് റൗലത്ത് പാസാക്കുന്നത്? ഉത്തരം 1919. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷിന്റെ പ്രധാനമന്ത്രി ആര്? ഉത്തരം ക്ലെമന്റ് ആറ്റ്ലി. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മലബാറിലെ രാജാവിന്റെ പേര്? ഉത്തരം കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. ജാലിയൻ കൂട്ടക്കൊല നടന്ന അമൃത്സർ കേരളത്തിന്റെ ഏത് സംസ്ഥാനത്തിലാണ്?
ഉത്തരം പഞ്ചാബ്. വിപ്ലവ പ്രവർത്തനങ്ങൾ നടത്തുകയും പിന്നീട് സന്യാസിയായി ആവുകയും ചെയ്ത സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ഉത്തരം അരവിന്ദ ഘോഷ്. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേര്? ഉത്തരം സരോജിനി നായിഡു. ഒപ്പം നിയമലംഘനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ യാത്രയുടെ പേരെന്തായിരുന്നു? ഉത്തരം ദണ്ഡിയാത്ര. ഇന്ത്യൻ സാമൂഹിക വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ജ്യോതിറാവ് ഫൂലെ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത ബ്രിട്ടീഷ് മേധാവിയുടെ പേര് എന്തായിരുന്നു? ഉത്തരം ജനറൽ ഡയർ. ഏത് വർഷത്തിലാണ് ബംഗാൾ വിഭജനം നടക്കുന്നത്? ഉത്തരം 1905. ജയ് ഹിന്ദ് എന്നത് ആരുടെ മുദ്രാവാക്യമാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ആരാണ് ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജി ഇന്ത്യയിൽ നയിച്ച ആദ്യ സത്യാഗ്രഹം ഏതായിരുന്നു? ഉത്തരം ചമ്പാരൻ സമരം. ആരാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ സ്ഥാപിച്ചത്? ഉത്തരം ചന്ദ്രശേഖർ ആസാദ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയ ഒരേയൊരു മലയാളിയുടെ പേര്? ഉത്തരം ചേറ്റൂർ ശങ്കരൻ നായർ. ആരാണ് ബംഗാൾ വിഭജനം റദ്ദു ചെയ്തത്? ഉത്തരം ഹാർഡിച്ച് പ്രഭു 1901. വിദേശ ശക്തികൾക്കെതിരെയായി കേരളത്തിൽ നടന്ന ആദ്യ കലാപം ഏതാണ്? ഉത്തരം ആറ്റിങ്ങൽ കലാപം 1721. ഏത് വർഷത്തിലാണ് മലബാർ ലഹള നടന്നത്? ഉത്തരം 1921. ആരാണ് കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച ദിവാൻ? ഉത്തരം വേലുത്തമ്പി ദളവ. ആരാണ് അഭിനവ് ഭാരത് എന്ന വിപ്ലവ സംഘടന സ്ഥാപിച്ചത്? ഉത്തരം വി.ഡി. സവർക്കർ. ആരാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയത്? ഉത്തരം നാനാ സാഹിബ്.
ആരുടെ കൃതിയാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്നത്? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന പേര് കേട്ടത് ആർക്ക്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ആരാണ് ബർദോളി സത്യാഗ്രഹം നയിച്ചത്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. അവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആരാണ്? ഉത്തരം ഡൽഹൌസി പ്രഭു. മെച്ചപ്പെട്ട വിദേശ ഭരണത്തെക്കാൾ നല്ലത് തദ്ദേശീയയുടെ മെച്ചമില്ലാത്ത ഭരണമാണ് എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം ബാലഗംഗാധര തിലക്. ദണ്ഡിയാത്രയെ അന്നത്തെ വൈസ്രോയിയായ ഇർവിൻ പ്രഭു വിശേഷിപ്പിച്ചത് എങ്ങനെ? ഉത്തരം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ്. ദണ്ഡിയാത്രയെ രാമന്റെ ലങ്കയിലേക്കുള്ള യാത്രയായി വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം മോത്തിലാൽ നെഹ്റു. ഏത് വർഷത്തിലാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസാക്കിയത്? ഉത്തരം ജൂലൈ 3, 1947. 2000 പട്ടാളക്കാരെ എനിക്ക് തരൂ, ഞാൻ ഭാരതം പിടിച്ചടക്കാം എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം റോബർട്ട് ക്ലൈവ്. ആദ്യമായി കടൽ മാർഗം വഴി ഇന്ത്യയിൽ എത്തിയ വിദേശ ശക്തികൾ ആര്? ഉത്തരം പോർച്ചുഗീസുകാർ. ഏത് വിദേശ ശക്തികളാണ് അവസാനം പോയത്? ഉത്തരം ഡച്ചുകാർ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടനിലെ രാജാവിന്റെ പേര്? ഉത്തരം ജോർജ് ആറാമൻ. ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചത് ഏത് സംഭവത്തിൽ മനം നൊന്ത് ആയിരുന്നു? ഉത്തരം ചൗരി ചൗര സംഭവം. 10 ശക്തമായ പ്രതിഷേധങ്ങളിൽ ഒന്നായി ടൈം വാരിക തിരഞ്ഞെടുത്ത പ്രക്ഷോഭം ഏതായിരുന്നു? ഉത്തരം ഉപ്പ് സത്യാഗ്രഹം. ആരാണ് ചൗരി ചൗര സംഭവത്തെ നേതൃത്വത്തിന്റെ ദൗർബല്യം എന്ന് വിശേഷിപ്പിച്ചത്? ഉത്തരം നേതാജി സുഭാഷ് ചന്ദ്രബോസ്. എന്ത് ലക്ഷ്യമാണ് ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനത്തിന് ഉണ്ടായിരുന്നത്? ഉത്തരം ഖിലാഫത്ത് സമരത്തിന്റെ പ്രചാരണാർത്ഥം. ഏതൊക്കെ രാജ്യങ്ങളാണ് ഇന്ത്യയോടൊപ്പം ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത്? ഉത്തരം സൗത്ത് കൊറിയ ആൻഡ് കോങ്കോ.
സത്യവും അഹിംസയുമാണ് എനിക്ക് അവകാശപ്പെടാനുള്ള ഏക ഗുണം. ആരുടെ വാക്കുകളാണിത്? ഉത്തരം ഗാന്ധിജി. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിലെ പട്ടാളത്തിൽ ഒരു ഇന്ത്യക്കാരന് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന പദവി ഏത്? ഉത്തരം സുബേദാർ. ഏത് ഭാരതീയനാണ് ചിക്കാഗോയിലെ ലോക മത സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിലൂടെ ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയത്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. ഏത് വർഷത്തിലാണ് വാഗൺ ട്രാജഡി നടന്നത്? ഉത്തരം 1921 നവംബർ 10. ആരെയാണ് അതിഥി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഉത്തരം ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ. ഏത് സമരത്തെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ക്ലൈമാക്സ് എന്ന് അറിയപ്പെടുന്നത്? ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം. ആരാണ് ഇന്ത്യ വിഭജിക്കുന്നതിനെതിരെ അവസാന നിമിഷം വരെ എതിർത്തത്? ഉത്തരം അബ്ദുൽ കലാം ആസാദ്. ആരായിരുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ജനറൽ ഗവർണർ? ഉത്തരം മൗണ്ട് ബാറ്റൻ പ്രഭു. ആരാണ് ജനറൽ ഡയറെ വെടിവെച്ച് കൊന്നത്? ഉത്തരം ഉധം സിംഗ്. ഇദ്ദേഹം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ദൃക്സാക്ഷിയായിരുന്നു. ക്വിറ്റ് ഇന്ത്യ പ്രമേയം എവിടെ വെച്ചാണ് അവതരിപ്പിച്ചത്? ഉത്തരം ബോംബെ. ആരാണ് ഇന്ത്യയുടെ രാഷ്ട്രശില്പി? ഉത്തരം ജവഹർലാൽ നെഹ്റു. അടുത്തത് കുറച്ച് ബോണസ് ക്വസ്റ്റ്യൻസ് ആണ്. ഉത്തരം അറിയാമെങ്കിൽ താഴെ കമന്റ് ചെയ്യൂ. ചോദ്യം: ഗാന്ധിജിയുടെ എത്രാമത്തെ വയസ്സിലാണ് ചരിത്ര പ്രസിദ്ധമായ ദണ്ഡി യാത്ര നടത്തിയത്? രണ്ടാമത്തെ ചോദ്യം: വിദ്യാഭ്യാസ സംബന്ധമായി ഗാന്ധിജി അവതരിപ്പിച്ച പദ്ധതിയുടെ പേര്? മൂന്നാമത്തെ ചോദ്യം: ആരാണ് അഖിലേന്ത്യാ ഹരിജൻ സമാജം സ്ഥാപിച്ചത്?